കോർപ്പറേറ്റ് മാനേജറായ ഇയാളുടെ ഭാര്യയ്ക്ക് അയാളുടെ ബോസുമായി അവിഹിതം. ദേഷ്യവും സങ്കടവും കാരണം അയാൾ തന്റെ കാറിൽ എവിടേക്കോ പോകുന്നു. അയാൾ അറിയാതെ കാറിൽ ഒരു കള്ളൻ കയറുന്നു. ഒരു പേടിയുമില്ലാതെ അയാൾ കള്ളനോട് ചാവാനുണ്ടോ നീ എന്ന് ചോദിച്ച് വണ്ടി സ്പീഡിൽ ഓടിക്കുന്നു. കള്ളന് പേടിയാകുന്നു. നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാമെന്ന് കള്ളൻ പറയുന്നു. അയാൾക്ക് ഒരു ഐഡിയ മനസ്സിൽ വരുന്നു. തന്നെ ചതിച്ച ബോസിന്റെ എല്ലാ പൈസയും കട്ടെടുക്കാമെന്ന്. ബോസിന്റെ വിശ്വസ്തനായ അയാളുടെ കയ്യിൽ എല്ലാ ലോക്കറിന്റെയും കീയും ഉണ്ട്. അങ്ങനെ കള്ളനുമായി പ്ലാൻ ഇട്ടു. പതിയെ അവർ സുഹൃത്തുക്കളായി. അയാൾ കള്ളനുമായി ബോസിന്റെ ഓഫീസിൽ പോയി സകല സാധനങ്ങളും അടിച്ചു നശിപ്പിക്കുന്നു. അവിടെയുള്ള പൈസയും എടുക്കുന്നു. ദേഷ്യം പിടിച്ച് അയാൾ ക്യാമറയുടെ മുന്നിൽ മുഖവും കാണിക്കുന്നു. ബോസിന്റെ ഫേവറേറ്റ് പ്രതിമ പോലും അടിച്ചു തകർക്കുന്നു. അയാൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നി ഭാര്യയെ കോൾ ചെയ്യുന്നു. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് ഭാര്യ അയാളെ ചതിച്ചിട്ടില്ല, ബോസുമായി ബന്ധമുള്ളത് അവളുടെ സഹോദരിക്കാണെന്ന്. അപ്പോഴാണ് ഓർമ്മ വരുന്നത് ബോസിന്റെ എല്ലാം നശിപ്പിച്ച് പണം കൊണ്ടുവന്ന കാര്യം. പണം കയ്യിലുള്ള കള്ളനെ തേടി വേറെ കള്ളന്മാർ വരുന്നു പൈസയ്ക്കായി. പക്ഷേ അവരെയെല്ലാം ഇവർ സാഹസികപരമായി എതിർക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോയപ്പോൾ പോലീസൊക്കെ അവിടെ വന്നിരിക്കുന്നു. ക്യാമറയിൽ പതിഞ്ഞ അയാളുടെ മുഖം കാണാനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വെച്ച് ആ മുഖം കാണിക്കുന്ന സ്ഥലത്ത് വെച്ച് സ്റ്റെക്ക് ആവുന്നു. അയാളെ സഹായിച്ചത് ആ കള്ളനായിരുന്നു. കള്ളനെ തന്റെ കമ്പനിയിലെ സെക്യൂരിറ്റി സൂപ്പർവൈസറായി ജോലി കൊടുക്കുന്നു.